നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് ഈ ഒരു 50 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പിടിച്ച് ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തെ വിളിച്ച എങ്ങനെ ഇരിക്കും? അമ്മാതിരി ഒരു അലറൽ 24 സൈഡും ഡോൾബി ഡിജിറ്റൽ അലറൽ നമുക്ക് ചെവി തല ഏൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് യുവമാരെല്ലാം വല്ല ENT ഡോക്ടറിനെ കൊണ്ട് കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കങ്കുവ നല്ല വർക്കായി ഞെട്ടണ്ട. ആക്ച്വലി എനിക്ക് ഒരാഴ്ച കൊണ്ട് ചെവിയുടെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഒരൊറ്റ സിനിമ കണ്ടതിന് ശേഷം ഫുൾ ക്ലിയർ ആയി. Any creator, any director in Indian film industry വായ പൊളന്ന് പാക്ക പോറാങ്ക. ഈ സിനിമ കണ്ടതിന് ശേഷം എല്ലാരും ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, Why black? Sham black. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ റിവ്യൂ ഇടാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഹെഡേക്ക് ആയിരുന്നു. കാരണം ആ സിനിമയില് ഫുൾ അലറും വിളിയാണ്. മ്യൂസിക് ഡയറക്ടർ ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്ത ഒരു സിനിമ ഇത് മാത്രമാണ്. കങ്കുവ എന്ന് പറയുമ്പം ഞാൻ ഈ റീസെന്റ് കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട സിനിമയാണ്. കാരണം നമ്മള് മോശപ്പെട്ട സിനിമയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സീനെങ്കിലും കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു പാട്ടെങ്കിലും കൊള്ളായിരിക്കും. പക്ഷെ അതില് മൊമെന്റ് എന്ന് പറയാൻ ഒരൊറ്റ കാര്യം പോലും ഇല്ല. പാട്ടും ഇല്ല, സീൻസും ഇല്ല, ഒന്നുമില്ല. സൂര്യ ഒരു കൊച്ചിനെ രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടാണ് സൂര്യ ഇത്രയും കണക്ട് ആയെന്നൊരു കാര്യം പറയുന്നില്ല. അപ്പുറത്തെ സൈഡില് സ്വന്തം അച്ഛൻ മരിക്കും, അതുപോലും മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരൻ ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പോകും. അതൊക്കെ ഒരു ബ്ലണ്ടറായിട്ട് തോന്നി. ഫുൾ അളരും വിളിയുമാണ്. ഞാൻ വിചാരിച്ച് ഹിസ്റ്റോറിക്കൽ പോർഷൻസ് ഭയങ്കര ഫുള്ളായിരിക്കും. പക്ഷെ ഏറ്റവും മോശം അതായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്നു. ഫുൾ ബ്ലണ്ടേഴ്സ്. ഒരു നല്ല മൊമെന്റ് പോലും പറയാൻ ഈ സിനിമയിൽ ഒന്നുമില്ല. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒരു സിനിമ ഞാൻ ഈയിടെ കണ്ടിട്ടില്ല. സൂര്യ ഇത്രയും മോശപ്പെട്ട അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറ്റ്ലീസ്റ്റ് പുള്ളിക്കാരന്റെ അഭിനയമെങ്കിലും കൊള്ളായിരിക്കും. പക്ഷെ എനിക്ക് ഇതിൽ ഭയങ്കര മോശമായിട്ട് തോന്നി. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര മോശമായിട്ട് ആ ഒരു അഭിനയം തോന്നി. എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം ഞാൻ നല്ല പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷെ ഇത്രയും മോശമാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനി അടുത്ത പടമെങ്കിലും ഒരു സൂര്യക്ക് ഒരു കംബാക്ക് ആവട്ടെ എന്ന് വിശ്വസിക്കാം.